പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടനായ ശ്രീനിവാസൻ്റെ വിടവാങ്ങലിൻ്റെ ഇതായിട്ടായിരുന്നു. ഇന്നത്തെ ന്യൂസ് യാത്ര എല്ലാം നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള കാര്യം എത്രയായാലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഒക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു ഫീലായി തോന്നിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം വന്നു. കുറച്ച് നേരം കണ്ടപ്പോഴത്തേക്ക് പിന്നെ എനിക്കിത് കാണാൻ പറ്റാത്തതായിപ്പോയി. ഞാൻ പിന്നെ ഓഫ് ചെയ്ത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതങ്ങോട്ട് കാണാനായിട്ട്. ശരിയാണ്, സുഖമില്ലായിരുന്നു ഒക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിലും ഉണ്ടല്ലോ, ഇവരൊക്കെ ഈ ലോകത്തുനിന്ന് പോകുമ്പോഴത്തേക്ക് എന്നതോ ഒരു ഭയങ്കര, എനിക്ക് മിക്ക നടിമാരും പോകുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ലളിത ചേച്ചി പോയപ്പോൾ അങ്ങനെയൊക്കെ അവരൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് എന്നാ ഭയങ്കര ഒരു നഷ്ടം സംഭവിക്കുന്നു. ഇവരൊക്കെ ഈ ലോകത്ത് വെച്ച് ചെറുപ്പം മുതലേ ഇവരൊക്കെ അഭിനയവും ഇവരൊക്കെ ആരാധിച്ച് നമ്മൾ വന്നതാണ്. പെട്ടെന്ന് ഇവരൊക്കെ നഷ്ടപ്പെട്ട് പോകുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഏജ് ആകുന്നതിനനുസരിച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നാണ് സംഭവിക്കുക എന്ന് പറഞ്ഞാലും നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവരെപ്പോഴും നമ്മൾ ആ സിനിമയിൽ കാണുന്ന ആ ഒരു ഇതിലാണ് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചേക്കുന്നത്. ആ വയ്യാഴിയോ വയ്യാത്ത ഒരു ക്ഷീണമോ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് വരികയില്ല. എപ്പോഴും ഈ ഒരു നടൻ്റെ പേരാണെങ്കിലും ആരുടെ പേരാണെങ്കിലും പറയാം, പെട്ടെന്ന് നമുക്ക് അവരെ തിളങ്ങി നിൽക്കുന്ന ആ ഒരു രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാണെങ്കിലും ഒരുപാട് വിഷമങ്ങൾ തോന്നി. ആ ഒരു വേർപാടെന്ന് പറയുമ്പോൾ ആ മക്കളെയും അവരുടെ അമ്മയും എത്രമാത്രം അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആ ഒരു ഓരോ ഇതും കാണുമ്പോൾ നമുക്ക് ശരിക്കും സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന പോലെയാണ് കേട്ടോ ഈ വീഡിയോസ് എല്ലാം എടുത്തിങ്ങിട്ട് ഇതാകുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി ഒന്നല്ല ഞാൻ പറയാൻ വന്നത്. നമുക്ക് അതൊന്നും പറയാനായിട്ട് ഉള്ള ഇതിലെന്ന് വെച്ചാൽ ഒരാളുടെ ദുഃഖം നമ്മളിങ്ങനെ ഇതായിട്ട് എടുത്ത് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. അതൊന്നും അല്ലെന്ന് പറയാൻ വന്നൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇന്ന് ആ ഒരു ചടങ്ങിൽ നമ്മുടെ മുഖ്യമന്ത്രി എത്തിയിരുന്നു. മുഖ്യമന്ത്രി എത്തിയതിന് കുറേ എങ്ങനെയാണ് മനുഷ്യർക്കൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുന്നതെന്ന് മനസ്സിലാകാത്ത കേട്ടോ. ഒരു വേർപാടാണ് അവിടെ. അവർ വയ്യ എന്നറിയാം, എന്നാലും അവർക്ക് അവരോട് കൂടി സംസാരിച്ചുകൊണ്ട് അവർ വീട്ടിലുണ്ടെന്നാലും പെട്ടെന്ന് അവരെ വിട്ടു പോയതാണ്. പോയ സമയത്ത് മരണത്തിൻ്റെ വക്കോളം എത്തിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന് വീണ്ടും അവരുടെ കൂടെ ഇതായി. അതിൽ നിന്നും ആ ഒരു ഇതിൽ അവർ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഇവരെ വിട്ട് പോകുന്നത്. അന്നേരം ഉള്ളൊരു അത് അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്കേ മനസ്സിലാവുള്ളൂ കേട്ടോ. കാര്യം ഞാൻ ശരിക്കും അനുഭവിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ അമ്മ എന്നെ വേർവിട്ട് പോയ സമയത്ത് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് സംഭവിക്കും. അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയ്യാഴിക വരും, ഹോസ്പിറ്റലിലാകും, 2-3 ദിവസം അഡ്മിറ്റ് ആകും, അത് കഴിയുമ്പോൾ കുറഞ്ഞ് വീട്ടിൽ വരും, പിന്നെയും കുഴപ്പമില്ല, എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കും. അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷേ അമ്മ അന്ന് ആ മരിക്കുന്ന നിമിഷം വരെ എനിക്ക് അറിയത്തില്ലായിരുന്നു അമ്മ ഞങ്ങളെ വിട്ട് പോകാമെന്നുള്ളത്. ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, നമുക്ക് പിന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന മൊത്തം നമ്മുടെ അടുത്ത് നിൽക്കുന്നവരോ ഒന്നുമല്ല വരുന്നത്. നമ്മൾ അവരുടെ കൂടെ ചിലവഴിച്ച സമയങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നിട്ട് നമുക്കുണ്ടല്ലോ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്നാണെന്നറിയോ, ഇനി ഇവരില്ലല്ലോ ഈ ലോകത്ത്, ഇനി നമുക്ക് ഇവരെ കാണാൻ പറ്റത്തില്ലല്ലോ. സത്യം പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് വല്ലാത്തൊരു വിഷമം പോലെ വന്നിട്ട് പറയാൻ നമുക്ക് പറ്റത്തില്ല. ആ ഒരു ഫീൽ എന്ന് പറഞ്ഞിട്ട് അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം ആ ഒരു നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റത്തില്ല ഒരു സിറ്റുവേഷൻ. അതിന് എന്നതെല്ലാം നെഗറ്റീവ്. ഇത്രയും ഞാൻ പറഞ്ഞ ഈ മലയാളികൾക്ക് ഇത്രയും വിവരമില്ലാതാവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഈ ഓരോ കാര്യങ്ങൾ ഇവർ പറയുന്നത് കേട്ടാൽ ഒട്ടും വിവരമില്ലാത്ത വർത്തമാനങ്ങളാണ് പറയുന്നത്. നമുക്ക് രാഷ്ട്രീയം വേണം, സിനിമ വേണം, നമുക്ക് നടന്മാരെ ആരാധിക്കണം, എല്ലാം വേണം. പക്ഷേ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ഈ രാഷ്ട്രീയവും കൊണ്ടുവരാൻ പാടില്ല, നമ്മൾ ഒരു നടനോടുള്ള ആരാധനയും കൊണ്ടുവരാൻ പാടില്ല. അവിടെ ഒരു ദുഃഖമാണ്. നമ്മളെ വിട്ടുപോയൊരു കലാകാരനാണ്, നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച് ഒരുപാട് ചിന്തിപ്പിച്ച് കരയിപ്പിച്ച് ഒക്കെ ആയിട്ടുള്ളൊരു കലാകാരനാണ് പോയേക്കുന്നത്. നമ്മൾക്ക് മനസ്സിലൊക്കെ ആ ഒരു മൈൻഡ്, ആ ഒരു ആത്മാവിന് നമ്മൾ നിത്യശാന്തി കിട്ടാനായിട്ട് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവരുടെ വീട്ടുകാർക്ക് അത് താങ്ങാനുള്ള ഒരു കരുത്ത് കൊടുക്കണേ ദൈവമേ എന്ന്. ധ്യാനിൻ്റെയൊക്കെ കരച്ചിലാണ് നമ്മൾ സഹിക്കത്തില്ല കേട്ടോ, കുഞ്ഞു പിള്ളേരെ പോലെ എന്നൊക്കെ. അതൊക്കെ അത്രയും ഒരു ആ അപ്പനും അമ്മയും മക്കളും ഉള്ള ആ ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. അത്രയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് ആരാണ്ട് വന്ന് ചെറിയ കമൻറ്റ് ഇട്ടേക്കുന്നു, ഈ അപ്പനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച് ഈ മകനാണെന്ന്. അവരുടെ വീട്ടിലായിരുന്നോ ഇവർ? എല്ലാ വീട്ടിലും മക്കളും അപ്പനും അമ്മയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയും. പക്ഷേ എന്നും പറഞ്ഞിട്ട് ആ ഏറ്റവും കൂടുതൽ അപ്പനെ വേദനിപ്പിച്ചു എന്നുള്ളൊരു ഡയലോഗ്, ഈ ഒരു സിറ്റുവേഷൻ പറയാൻ പറ്റുന്ന ഡയലോഗാണ് അത്. ഈ ഒരു കാര്യത്തിനാണ് പറഞ്ഞത്. നമ്മുടെ മുഖ്യമന്ത്രി വന്ന് ധ്യാനിനെ തൊട്ടപ്പോഴും ധ്യാൻ ഇങ്ങനെ. പക്ഷെ ധ്യാനെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബോധമുള്ളവർക്ക് മനസ്സിലാവും. ധ്യാൻ ഈ നോക്കുന്നുണ്ടെങ്കിലും ധ്യാനിൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയാണ്. ആ നോട്ടത്തിലും ഒക്കെ നമുക്കറിയാം വേറെ ഏതോ ഒരു മൈൻഡിലിരിക്കുന്ന പോലെയാണ്. ചിലപ്പോൾ നമ്മുടെ മെമ്മറി പോലും നമുക്ക് വിട്ടുപോകും. നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തേക്കായിപ്പോകും. നമ്മുടെ ആ വിഷമം നമുക്ക് താങ്ങാൻ പറ്റും. ഒരു ആൺകുട്ടി അത്രയും പൊട്ടി കരയണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ എത്രമാത്രം വിഷമം ഉണ്ടായിട്ട് താങ്ങാൻ പറ്റുന്നതിനപ്പുറം ഉണ്ടായിട്ടല്ലേ കരഞ്ഞത്. ഒരു സ്ത്രീകളാണെങ്കിൽ നമുക്ക് പറയാം, പെണ്ണുങ്ങളാണ്. പക്ഷെ ഒരു ആൺകുട്ടി അത്രയും കരയുമ്പോഴത്തേക്ക് ഉള്ളിൽ അത്രയും പിടിച്ചു നിൽക്കാൻ പറ്റാഞ്ഞിട്ടാണ് ആ പൊട്ടിക്കരയുന്നത്. അത് മനസ്സിലാക്കാൻ പോലും ബോധമില്ലാത്ത കുറേ മനുഷ്യർ. കുറേ കമൻറ്റുകളുണ്ട്. ഇത്രയും വിവരം കേട്ട കുറേ മനുഷ്യരെ ഇങ്ങനെയുള്ളതൊക്കെ ഈ ലോകത്തൊക്കെ ഉള്ളത് തന്നെയാണ് ഈ ലോകത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ശാപം.
ഒരുപക്ഷെ മുഖ്യമന്ത്രി പോലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. എങ്കിലും അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് മനസ്സിലായിട്ട്. പക്ഷേ ഈ മറ്റുള്ളവർക്കാണ് പ്രശ്നങ്ങൾ മൊത്തം. പക്ഷേ എന്നിട്ട് അതിൻ്റെ കുറച്ച് സീൻ മാത്രമാണ് കേട്ടോ ഈ ആൾക്കാർ മിക്കലും ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് അത് പക്ഷേ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഇതങ്ങ് മാറ്റി വിട്ടു. കാര്യം വെച്ചാൽ അവിടെ നിൽക്കുന്നവർ ആരും എണീക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് വേണ്ട അവിടെ ഇരുന്നു എന്നിങ്ങനെ അങ്ങേ കാണിക്കുന്നുണ്ട്, അവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ട്. അപ്പം അത്രയും ധ്യാനം ഒരാൾ ആ ഒരു ഇരുന്നിട്ട് ബാക്കിയുള്ളവർ മൈൻഡ് ചെയ്തില്ലേ? അവിടെ ഇരിക്കുന്ന ഓരോ നടന്മാരുടെ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാം. ദിലീപൊക്കെ എനിക്കൊന്ന് രാവിലെ തൊട്ട് അത് കൊണ്ടുവന്നപ്പോൾ തൊട്ട് ബോഡിയുടെ കൂടെ ഉണ്ട് വൈകുന്നേരം വരെ. ലാലേട്ടൻ, മമ്മൂട്ടി അവരൊക്കെ എത്ര നേരമാണ് അവിടെ ഇരുന്ന് അവർക്കൊക്കെ അവരുടെയൊക്കെ മുഖത്തെ അതിൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ കരുതുന്നത് അത്രയും ഒരു വിഷമം, അത്രയൊക്കെ ഓരോ മനുഷ്യർ ഇത് കാണിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കൂത്തിത്തിരിപ്പും കൊണ്ട് ആൾക്കാർ വന്നിരിക്കുന്നത് ഓരോരുത്തരെയും കമൻറ്റാണ്. ആ ഒരു FB വന്നിരിക്കുന്ന കുറേ കമൻറ്റുകളാണ്. എന്ത് തന്നെ ന്യായം പറഞ്ഞാലും മോശം, എന്ത് തന്നെ ന്യായം പറഞ്ഞാലും മോശമെന്ന്. ചിലർക്കൊക്കെ ഞാൻ പറയാം, ഇപ്പം ഒരു വേറൊരു വീട്ടിലാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. ഇപ്പം എനിക്കാണെങ്കിൽ സത്യം പറയാം, എൻ്റെ അമ്മ വരുന്ന സമയത്ത് അവിടെ ആരൊക്കെയാണ് വന്നത്, ആരൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഇല്ല. പിറ്റേ ദിവസമാണ് പിന്നെ എനിക്കൊരു ഇച്ചിരി ഒരു ഇത് വന്നത്, എല്ലാവരും വന്നു എന്നുള്ള. ഇടയ്ക്ക് എനിക്കങ്ങ് എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എനിക്ക്. എൻ്റെ അമ്മ ഞങ്ങളെ വിട്ട് പോയി കഴിഞ്ഞും ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ നമ്പർ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്നറിയാം. എന്നേലൊരു കറി വെക്കാൻ നേരം അമ്മയെ വിളിച്ച് ചോദിക്കാം, വിളിക്കാനെടുത്ത് ആ നമ്പർ എടുത്ത് കഴിയുമ്പോഴാണ് ഓർക്കുന്നത് അയ്യോ അമ്മയില്ലല്ലോ എന്നോർക്കുന്നത്. ആ ഒന്നേരത്ത് നമ്മുടെ ഒരു മൈൻഡ് ഉണ്ടല്ലോ, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ആ ഒരു ഫീലിങ്സ് പറഞ്ഞത്. അത് അങ്ങനെ അപ്പനെയൊക്കെ അതുപോലെ സ്നേഹിക്കുന്നവർക്ക് ആ ഒരു വിഷമം മനസ്സിലാവും. അല്ലാത്തവർക്ക് അപ്പൻ മരിച്ചാൽ കട്ടിലൊഴിയുമല്ലോ എന്ന് പറയുന്നവർക്കൊക്കെ ഈ മാതിരി കമൻറ്റുകൾ വേണമെങ്കിൽ ഇടാം. മുഖ്യമന്ത്രി ആയല്ല അച്ഛൻ്റെ വാത്സല്യത്തിലാണ് അതെല്ലാം അറിഞ്ഞുകൊണ്ട് പിണറായി സാർ ദാനെ തലോടിയത്. ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്ക് സങ്കടം വിഷമം കൂടുകയേ ചെയ്യുള്ളൂ. അതൊരു മര്യാദ കുറവല്ല. ശരിയാണ്. അദ്ദേഹം തൊടുന്നുണ്ടല്ലോ ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു ആശ്വാസം, ആ ഒരു തൊടിയിലൊരു ആശ്വാസത്തിൻ്റെ ഒരു തൊടിയിലാണ് തൊട്ടത്. ആ തൊടുന്ന സമയത്തുണ്ടല്ലോ ചിലർക്ക് നമുക്ക് ചിലപ്പോൾ അത് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റില്ല. പിന്നെയും നമുക്ക് ഇരട്ടി ദുഃഖം വെച്ചാൽ ഇവരെയൊക്കെ കാണുമ്പം നമുക്ക് ആ ഒരു വല്ലാത്ത നമ്മളൊരു ആശ്വാസം അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത്. നമ്മുടെ ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മുടെ ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മുടെ ബന്ധുക്കാർ, നമ്മുടെ അടുത്ത ബന്ധമുള്ളവർ ആ സമയം കൊണ്ട് കന്ന് കയറുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല, വല്ലാത്തൊരു ഫീലിങ്സ് ആയിരിക്കും. പക്ഷേ ധ്യാന എന്നത് ഒരു വല്ലാത്തൊരു വിഷമാവസ്ഥയിലായിരുന്നിരുന്നു കേട്ടോ. അതേണ്ട കൊടുത്തേക്കുന്നു. ഈ അച്ഛന് ഏറ്റവും വിഷമിച്ച മകനാണ് എന്ന് വെച്ചാൽ അവരുടെ വരയ്ക്കാത്തല്ലായിരുന്നു പുള്ളി ഇരുന്നത്. ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ എന്നാത്തിനാണോ ഇങ്ങനെയൊക്കെ ഈ സമയത്ത് കൊണ്ടുവന്നിട്ട്? ശരിയാണ്, മൊത്തം റാങ്കായി പോവും. അത് എൻ്റെ കുറ്റം കാണണ്ട. ശരിയാണ്, ആ സമയത്ത് നമുക്ക് ഒന്നും നമ്മുടെ മൈൻഡ് വേറെ ഏതോ ഒരു ഇതിലേക്കായിരിക്കും. കാര്യം നഷ്ടപ്പെട്ടു പോയി, ഇനി നമുക്ക് കിട്ടുകയെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കറിയത്തില്ല. ചിലപ്പോൾ ചിലർ കരയില്ല, ചിലർ ഇങ്ങനെ കരയാതെ പിടിച്ച് നിൽക്കും. കാര്യം അവർക്ക് കരയാൻ പോലും പറ്റുന്നില്ല, ഒരു പ്രതികരിക്കാൻ പറ്റാത്ത പോലെ ചിലർ ഇരിക്കാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ മൈൻഡിലാണ് ആ ഒരു ഫീലിങ്സ് വരുന്നത്. എന്തു തന്നെ ന്യായം പറഞ്ഞാലും മോശം എന്ന് തന്നെ ഒരു മരണ വീടാണ് കേട്ടോ, അല്ലാതെ ഒരു കല്യാണ വീടോ അല്ലെങ്കിൽ അവിടെ വലിയൊരു പാർട്ടി മറ്റെന്തെങ്കിലും നടക്കുന്നിടത്തോ അല്ല വന്നേക്കുന്ന ഇത്. ഇതിൽ പാർട്ടിയുടെ ഇത് വെച്ച് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ. ഒന്ന് എഴുന്നേൽക്കാമായിരുന്നു, എന്തായാലും എല്ലാ തിരക്കും മാറ്റി വെച്ച് വന്ന മുഖ്യമന്ത്രിയല്ലേ. ചിലർ പറയുന്നു അതാണ് തന്തയ്ക്ക് പിറന്ന മകൻ. ആ ഒരു ഇതിലൊന്നും അല്ല കേട്ടോ, ആ ഒരു മൈൻഡിൽ ഓരോരുത്തർക്കും അവരവരുടെ കറുപ്പ് കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ലേ മുഖ്യൻ, ഇതാണ് ചോദ്യം. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെയാണോ ഇതിനകത്ത് ഇടേണ്ട ഒരു കമൻറ്റ് ആണോ? അതാ പറഞ്ഞു, ഇവിടെയും രാഷ്ട്രീയമാണ് മനുഷ്യർ കൊണ്ടുവരുന്നത് കേട്ടോ. നമ്മൾ ഒരിക്കലും ചില മനുഷ്യരൊക്കെ ഉണ്ട്, എന്നാ വന്നാലും ചിലർക്ക് ആ കിട്ടുന്ന അവസരം ഒന്ന് ഒരു കളിയാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെയാണ് ചിലർ ഉപയോഗിക്കുന്നത്. വേറൊരു കമൻറ്റാണ്, തിരുവനന്തപുരത്ത് നിന്നും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വരുന്നു ഒന്ന് എഴുന്നേൽക്കുക എന്നത് മര്യാദ. ഇനി അതില്ലെങ്കിലും മുഖഭാവം കൊണ്ടെങ്കിലും ഒരു നന്ദിയോ ആദരവോ പ്രകടിപ്പിക്കാമായിരുന്നു. എന്നതാണ്, സ്വന്തം പിതാവാണ് മരിച്ചു കിടക്കുന്നത്, സ്വന്തം അപ്പനാണ് മുന്നിൽ വേർപെട്ട് പോയിരിക്കുന്നത്. ആ ഒരു മൈൻഡിൽ ഇരിക്കുമ്പോഴത്തേക്ക് എന്നാ ആദരവാണ് കാണിക്കേണ്ടത്? ഇവരെ കൊണ്ടൊക്കെ പറ്റുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ എഴുതുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല, വന്നിരിക്കുന്നത് ആരെന്ന് നല്ലവണ്ണം അറിയാവുന്ന ആളാണ്. അതാ പറയുന്നത്, ഈ മാതിരി നാറിയ കമൻറ്റുകളാണ് കേട്ടോ. എന്നത് വായിക്കട്ടെ, ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, ഇങ്ങനെയുള്ള മോശമായിട്ടുള്ളൊരു വാക്ക് പറയണ്ട. അതുപോലെ പറഞ്ഞ മകനെ ഇത് സിനിമയല്ലെന്ന്, അവിടെ ഒരു അഭിനയമാണോ എല്ലാവരും കണ്ടത്? പിന്നെ ചിലർ പറഞ്ഞേക്കുന്നത് പാർട്ടി നോക്കണ്ട, പാർട്ടി നോക്കാതെ നിങ്ങൾ പാർട്ടി നോക്കരുത്, പാർട്ടി വെച്ചാണ്
നോക്കായിരുന്നത്. അതൊന്നും ഇതിനിപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ എപ്പോഴേലും ധ്യാൻ ഇതറിയുമ്പോൾ ധ്യാൻ ഇതിനുള്ള മറുപടിയും കൊണ്ട് വരും. കാര്യം ധ്യാൻ വരുമ്പോൾ നല്ല മറുപടിയും കൊണ്ടായിരിക്കും. പക്ഷെ ഉടനെയൊന്നും ആയിരിക്കില്ലായിരിക്കും, കുറച്ച് കഴിഞ്ഞാണെങ്കിലും വന്നിരിക്കും. കാര്യം വെച്ചാൽ ഇപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് അവർക്ക് ഒന്ന് മാറി വരാൻ കുറേ സമയമെടുക്കും. വിഷമം കൊണ്ട് ആകും. എന്നാലും അദ്ദേഹം തോളത്ത് തൊട്ടപ്പോൾ ഒന്ന് എഴുന്നേൽക്കാമായിരുന്നു. ഇതിനൊക്കെ മറുപടി നമ്മൾ പറയേണ്ട കാര്യം. ഇതെല്ലാം ഒരുമാതിരി, ഇതിപ്പം സത്യം പറയാം മുഖ്യമന്ത്രി പോലും ചിന്തിച്ച് കാണത്തില്ല ഇങ്ങനെയൊന്നും മനസ്സിൽ കേട്ടോ. അദ്ദേഹം പോലും ചിന്തിച്ച് കാണത്തില്ല ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ഈ ആൾക്കാർ പറയുന്നത്. മുഖ്യമന്ത്രി മൈൻഡ് ചെയ്യാതിരുന്നത് മോശമായിപ്പോയി. ഇത്രയും തിരക്കിലും ഈ പ്രായത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ഈ മരണത്തിൽ പങ്കുചേരാൻ വേണ്ടി വന്നതല്ലേ അദ്ദേഹം. ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയവും ആരും നോക്കില്ല. രാഷ്ട്രീയം നോക്കിയതാണോ ഇതിനകത്ത്? ഇതൊക്കെയാണ് പറഞ്ഞത്. ഇത് രാഷ്ട്രീയം നോക്കി. അതുപോലെ തന്നെ പറയുന്നത് ചിലർ പറയുന്നു മുഖ്യമന്ത്രി വന്ന ഉടനെ എണീക്കണമെന്ന് തന്നെ നിയമം. ഇങ്ങനെയുള്ളൊരു രണ്ട് സൈഡിൽ നിന്ന് ഒരുമാതിരി മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത്രയും ദൂരെ നിന്ന് വന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കടമയാണ് വരിക എന്നുള്ളത്. ഇത്രയും വലിയൊരു കലാകാരനെയാണ് നഷ്ടപ്പെട്ട ആ ഒരു മനുഷ്യനെ ഒരു നോക്ക് കാണാൻ വരിക എന്നുള്ളത് അത് ആ മുഖ്യമന്ത്രിയുടെ ഒരു മര്യാദയാണ് വന്നിരിക്കുന്നത്. അതൊന്നും വലിയ ഇതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഇടം വരെ വന്നു കണ്ട അത് എന്നൊക്കെ പറയുന്ന മറുപടി അതും വലിയ ഒരു കാര്യമായിട്ടാണ് പറയുന്നത്, വലിയ സംഭവമായിട്ട്. മുഖ്യമന്ത്രി വന്നില്ലായിരുന്നെങ്കിൽ പറഞ്ഞേനെ അവിടുന്ന് വന്നില്ല, അങ്ങനെ കുറേ കുത്തിത്തിരിപ്പുകൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയായിരുന്നു. വന്നില്ല, അദ്ദേഹത്തിന് അവിടെ വരുന്ന് വരായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇതാണ് പറയുന്നത്, പണ്ടുള്ളവർ പറയുന്ന പോലെ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയാൻ കുറേ നാറികളുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലർ പറയും നീ അമ്മയെ തല്ലി നല്ല കാര്യമാണ് ചെയ്തത്, നീ അമ്മയെ തല്ലിയില്ല മിടുക്കനാണ്, അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയും. ചിലർ പറയും നീ ചെയ്ത് തെറ്റാണ്, നിൻ്റെ അമ്മയല്ലേ ഒന്നും അല്ലല്ലോ അത്, നിനക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നീ കാണിച്ചത് ദോഷമാണ്, അല്ലെങ്കിൽ അത് തെറ്റാണ്, അത് ദൈവകോപം കിട്ടും എന്നൊക്കെ ഇങ്ങനെ കുറേ പേര് പറയും. അങ്ങനെ ഈ രണ്ട് സൈഡും പറയുന്ന കുറേ മനുഷ്യരുണ്ട്. അതിൽ പെടും ഈ കാണുന്നതല്ല. നമ്മളിപ്പോൾ എനിക്ക് പക്ഷേ ഒന്നും തോന്നിയില്ല കേട്ടോ. ആ സമയത്ത് ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്കും ഞാനും എൻ്റെ മനസ്സിൽ അതൊന്നും അല്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി വന്നതോ അവിടെ വന്ന് സിനിമാ നടന്മാരോ ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ മനസ്സിൽ. അവരുടെ ആ ഒരു മാനസികാവസ്ഥ എന്നതായിരിക്കും, അവരനുഭവിക്കുന്ന ആ ഒരു വിഷമം എന്നായിരിക്കും, അവർ എന്നതൊക്കെ ആയിരിക്കും അവരിന്ന് ചിന്തിച്ച് കൂട്ടുന്നത്. അച്ഛനുമായിട്ടുണ്ടായിരുന്ന അവരുടെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഇനി ഇല്ലല്ലോ, ഇനി കാണാൻ. ഞാൻ എപ്പോഴും ഒരാൾ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അതെനിക്ക് എൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ്, പിന്നെ എൻ്റെ വെല്ലുമിച്ചൊക്കെ മരിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങിയത്. അതിന് മുമ്പൊന്നും എനിക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു കേട്ടോ. അതിനൊക്കെ ശേഷം പിന്നെ ഇവരെ എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു ഫീല് എനിക്കൊരു വല്ലാതെ ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഇവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. ആ മൈൻഡൊക്കെ ആയിരിക്കും ആ സമയത്തിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ. നമ്മളെ വിട്ടുപോയി. നമുക്കതിനുണ്ടല്ലോ ചില സമയത്തൊക്കെ നമ്മളൊന്ന് ഓർക്കൊന്ന് ഉറക്കെ വിളിച്ചാൽ ഇവർ തിരിച്ച് വരുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. എന്നതാണേലും ഒരു കലാകാരനാണ്, ആ കലാകാരൻ്റെ മക്കളാണ് എന്നും പറഞ്ഞിട്ട് അവർക്ക് സങ്കടം പാടില്ലെന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയക്കാരൻ്റെ മക്കൾക്ക് സങ്കടപ്പെടാൻ പാടില്ലെന്നുണ്ടോ? അതൊക്കെ അഭിനയമാകുമോ? അതൊക്കെ അവരും മനുഷ്യരാണ്, പച്ചയായ മനുഷ്യരാണ്. നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കുറേ കലാകാരന്മാരെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ നമ്മളെ പോലാണ് ഒരു നിമിഷം. ചിലർ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ മകൻ്റെ മാനസികാവസ്ഥ ആർക്കും മനസ്സിലാകും എന്ന് വെച്ച് പെരുമാറ്റം മോശമാകേണ്ടതില്ല. ഇങ്ങനെ കുറേ ഇനി ഇതിനൊക്കെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ പടത്തിൻ്റെ ഒരു ഇതിട്ടായിരുന്നു, പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം അവിടെ തന്നെയുണ്ട്, നമ്മൾ കണ്ടാണ് അവരുടെയൊക്കെ ഒരു മുഖത്തെ ആ ഒരു ഫീലിങ്സ് കാണുമ്പോൾ നമുക്കറിയാം അവരൊക്കെ എത്രമാത്രം മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന. സത്യനന്ദി കിടക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഇതിലേക്കാണ് നിൽക്കുന്നത്. അവരെല്ലാം വന്നവരെല്ലാം മനസ്സിൽ ആ ഒരു വല്ലാത്തൊരു ഇതാണ്, വിഷമത്തിനാണ് അവർ നിൽക്കുന്നത്. ആ നിൽക്കുന്ന സമയത്തേക്കാൾ ആ ഒരു നടൻ അതിന് വേണ്ടി മുൻകൈ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേറെ എന്തെങ്കിലും ഒരു ഇതിലൂടെ ആരെങ്കിലും വേറെ ആരെങ്കിലും ആയിരിക്കും ഏൽപ്പിച്ചൊക്കെ നക്കൊണ്ട് അതിലൂടെ വന്നതായിരിക്കും. മമ്മൂട്ടിയെ വിളിക്കുന്ന തെറികൾ കേൾക്കണം എന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം.